നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 88. പിറ്റേ ദിവസം പതിവ് പോലെ മീനു ഹോസ്പിറ്റലിലേക്കിറങ്ങി. അപ്പോൾ അമ്മയും കൂടെ ഇറങ്ങി. ആ, അമ്മ ഇതെവിടേക്കാ രാവിലെ തന്നെ? എനിക്ക് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകണം. സൂപ്പർ മാർക്കറ്റ് വരെയോ? അതെന്തിനാ? ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിന് ഡ്രൈവർ ഉണ്ടല്ലോ, അമ്മ പോകേണ്ട ആവശ്യം എന്താ? മീനു ചോദിച്ചു. അതിപ്പോൾ എൻ്റെ മരുമകൻ അവിടെയാണല്ലോ, പോയാൽ അവനോട് വല്ല കുശലവും പറയാം. പിന്നെ ഇതിനകത്ത് വെറുതെ ഇരിക്കുകയല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ വെറുതെ ഒന്ന് അവനോട് സംസാരിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങ് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ആ, ജയ്യെ കാണാൻ പോവാണെന്നോ? എനിക്കെന്താ ഇതുവരെ അങ്ങനൊരു കാര്യം തോന്നാത്ത? എന്നാ ശരി, വാ നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഹോസ്പിറ്റലിൽ പോവല്ലേ? അതെ, സൂപ്പർ മാർക്കറ്റിൽ പോയ ശേഷം പോവാലോ. അതെന്തിനാ? നീ ഹോസ്പിറ്റലിൽ പോയിക്കോ, സാധനങ്ങൾ ഞാൻ വാങ്ങിക്കോളും. അതൊന്നും കുഴപ്പമില്ല, അമ്മ വാ. അമ്മ ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിലേക്കും വരാതെ ഒരുപാട് നാളൊക്കെ ആയില്ലേ, ഹോസ്പിറ്റലും കൂടി കണ്ടിട്ട് വരാം. എന്തായാലും സൂപ്പർ മാർക്കറ്റ് വരെ പോകാൻ തീരുമാനിച്ചില്ലേ. അല്ല, ആ സാധനം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാനോ? അതൊന്നും കുഴപ്പമില്ല, സാധനങ്ങൾ കാറിൽ വെക്കാലോ, ഞാൻ തന്നെ കൊണ്ടുപോവാം, വാ. അല്ല, നീ ഹോസ്പിറ്റലിൽ പോയിക്കോ. അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ. അമ്മ വന്നേ. മീനു അമ്മയെ നിർബന്ധിച്ച് കാറിൽ കയറ്റി. ജയ്യെ കാണുക അവളുടെ മനസ്സും വല്ലാണ്ട് കൊതിച്ചിരുന്നു. ഇനി അടുത്ത ആഴ്ച ആവണ്ടേ അവനെ ഒന്ന് കാണാൻ എന്ന് ചിന്തിച്ചിരുന്നു. കിട്ടിയ അവസരം മുതലാക്കാം എന്നവൾക്ക് തോന്നി. അവൾ കാറ് പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടിച്ചു. മാർക്കറ്റിന് മുന്നിലെത്തിയപ്പോൾ കാർ സൈഡിലാക്കി അവളൊന്ന് ഒതുക്കി. അമ്മയേക്കാൾ മുമ്പ് ഇറങ്ങാൻ അവളാണ് ഒരുങ്ങിയത്. നീ എന്നിട്ട് ധൃതിയിൽ ഇറങ്ങുന്ന? ഒന്നുമില്ല, അമ്മ പോയി സാധനങ്ങളൊക്കെ നോക്ക്. അത് വാങ്ങാനല്ലേ ഞാൻ വന്നത്. അതെ, ഞാൻ ജിയെ കണ്ടിട്ട് വരാം. അവനിവിടെ തന്നെയല്ലേ? അതെ, കാണാലോ. അവൾ പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിൽ അകത്ത് കയറി ജയ്യെ അന്വേഷിച്ചു. പെട്ടെന്ന് തന്നെ അവളുടെ കൺമുന്നിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. ഹായ്. അവനെ കണ്ടതോടെ അവളൊരു ഹായ് പറഞ്ഞു. ഹായ്, എന്താ ഇവിടെ? സൂപ്പർ മാർക്കറ്റിൽ എല്ലാവരും എന്തിനാ വരിക? അല്ല, ഡോക്ടർമാർ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വരുന്നത് കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അങ്ങനെ. എന്നാൽ പിന്നെ ഞാൻ നിന്നെ കാണാനാ വന്ന. എന്താ, മതിയോ? അയ്യോ, നമിച്ചു, കൂടുതലൊന്നും പറയുന്നില്ല. അല്ല, എന്താ വന്നേ, കാര്യം പറ. ഞാൻ സത്യം പറഞ്ഞേ, ഇയാളോന്ന് കാണണമെന്ന് തോന്നി. അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമയില്ല, അപ്പം ഇങ്ങ് പോന്നു. പ്രണയാർദ്രമായി അവൻ്റെ കണ്ണുകളിൽ നോക്കി അവൾ അങ്ങനെ പറഞ്ഞു. ആദ്യമായിട്ടാണ് അവളുടെ കണ്ണിൽ അങ്ങനെയൊരു വികാരം അവൻ കാണുന്നത് തന്നെ, പ്രത്യേകിച്ച് അവളുടെ വാക്കുകൾ. ഇവൾക്കിതെന്തു പറ്റി എന്നവൻ സ്വയം ആലോചിച്ചു. കണ്ണുകളിൽ ആ പ്രണയം അവനെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. അപ്പോഴേക്കും പുറകിൽ നിന്ന് അമ്മ വിളിച്ചു, മോനെ. ഓ, അമ്മയോ? ഓ, അതായിരുന്നോ കാര്യം. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇവൾ ഇത്രയും വലിയ ഡയലോഗൊക്കെ അടിച്ചപ്പോൾ ഞാനെന്തോ വിചാരിച്ചു. അമ്മയെ കാണിക്കാൻ വേണ്ടിയുള്ള ഡയലോഗായിരുന്നു. സമ്മതിച്ചു, നിന്നെ പറയാതിരിക്കാൻ വയ്യ, അവൻ മനസ്സിൽ പറഞ്ഞു. എന്താ അമ്മ? ഒന്നുമില്ല മോനെ, വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങ് പോന്നു, അത്രേ ഉള്ളൂ. അല്ല, ഡ്രൈവറായിരുന്നല്ലോ സാധനങ്ങൾ എടുക്കാൻ വരാറ്. അതെ, ഇന്നെനിക്ക് മോനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങ് പോന്നെ. ഓ, അങ്ങനെ. പിന്നെ ഞാൻ വരുന്നു നിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവളും കയറിപ്പോന്നു. ഓ, അങ്ങനെ.
അപ്പം ഞാൻ സംശയിച്ചത് തന്നെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഭാര്യ അഭിനയം ഒരു സ്പേസ് കളയണ്ടല്ലോ എന്നവൾ കരുതി. അമ്മയ്ക്ക് എന്താ വേണ്ടേ, അമ്മ പറ, വാ ഞാൻ എടുത്തുതരാം. ഇതും പറഞ്ഞ് അമ്മയെയും കൊണ്ട് ജയ് നടന്നു. മീനു ഒരു നിമിഷം നിശ്ചലമായി അങ്ങ് നിന്നു. പിന്നീട് ആ കാഴ്ച അവൾ നോക്കി നിന്നു. ജയ്യും അമ്മയും സംസാരിക്കുന്നു. അമ്മയോട് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവൻ ചോദിക്കുന്നു. പലതും അവൻ അമ്മയെ എടുത്തു കാണിക്കുന്നു. അമ്മ കുശലാന്വേഷണം നടത്തുന്നു. അവർക്കിടയിൽ താൻ എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് പോലും അവർ മനസ്സിലാക്കാത്തതുപോലെ. എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും? എന്തുകൊണ്ടാണ് അവർ തന്നെ പരിഗണിക്കാത്തത്? മീനുവിന് ഒന്നും മനസ്സിലായില്ല. അമ്മയും ജയ്യും വല്ലാത്ത സംസാരത്തിൽ തന്നെ. ഓരോ സാധനങ്ങളും അമ്മ എടുത്തു നോക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ അവൻ പറഞ്ഞു കൊടുക്കുന്നു. വിശേഷങ്ങളും ചിരിയുമായി അവർ അങ്ങനെ നടക്കുന്നു. താനെന്താ കറിവേപ്പിലയോ? ഇവരെന്തോ എന്നെ ഒന്ന് നോക്കാത്തെ? മീനുവിന് ഒന്നും മനസ്സിലായില്ല. ഇടയ്ക്കെങ്കിലും ജയ് ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് അവൾ കരുതി. പക്ഷേ അതുമുണ്ടായില്ല. സ്വന്തം ഭാര്യ ഇത്രയടുത്തുണ്ടായിട്ടും അവൻ എന്തുകൊണ്ടാണ് തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത്? ഇവൾ എവിടെ പോയി എന്നൊന്ന് അവന് നോക്കിക്കൂടെ? എന്താ എന്നവൻ അവളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു. ഈ അമ്മയ്ക്കൊന്നും മനസ്സിലാക്കിക്കൂടെ? അമ്മ എന്താ, ഞാൻ അമ്മയുടെ കൂടെ വന്നതല്ലേ. എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലാന്നെന്താ അമ്മ ഓർക്കാത്തെ? ഇവർ രണ്ടുപേരും എന്താ എന്നെ? മീനുവിന് സങ്കടം സഹിക്കാൻ പറ്റാതെയായി. കുറച്ചു നേരം കൂടി അവിടെ നിന്നാൽ താൻ കരയുമെന്ന് അവൾക്ക് തോന്നി. അത്രയും പേരുടെ മുന്നിൽ അങ്ങനെയൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് അവൾ തീരുമാനിച്ചു. അവൾ പെട്ടെന്ന് തന്നെ കാറിൽ ചെന്നിരുന്നു. അമ്മയെയും ജയെയും അവൾ കാറിൽ നിന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴും അവർ അതേ കാര്യത്തിൽ തന്നെയാണ്. മീനു എവിടെയെന്ന് അമ്മയോ ജയ്യോ അന്വേഷിക്കുന്നു പോലുമില്ല. അതവളെ ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്തു ഭർത്താവോ ഇവൻ? എനിക്കിവനെ കാണാൻ തോന്നുന്നു, സംസാരിക്കാൻ തോന്നുന്നു. ഇവൻ അങ്ങനെ ഒന്നുമില്ല. എന്നെ മുന്നിൽ കണ്ടിട്ട് പോലും ഇവൻ അങ്ങനെയൊന്നും തോന്നുന്നില്ല. വല്ലാത്തൊരു ഭർത്താവൻ. അവൾ മനസ്സുകൊണ്ട് സങ്കടപ്പെട്ട് സ്വയം പറഞ്ഞു. പിന്നീടും സമയം കടന്നുപോയി. അമ്മ ഓരോന്നും പതുക്കെയാണ് ചെയ്യുന്നത്. ഒപ്പം ജയ്യും കൂടെയുണ്ട്. അത്രയും നേരം താൻ അവിടെ ഇല്ലാതിരുന്ന കാര്യം പോലും അവർ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നീട് സാധനങ്ങളെല്ലാമായി അമ്മ കാറിലെത്തി. മിനു, ഡോറ് തുറക്ക്, അമ്മ പറഞ്ഞു. സാധനങ്ങൾ ഓരോന്നായി ജയ് കാറിൽ വെച്ചു. അവൾ രണ്ടുപേരെയും നോക്കിയില്ല. തൻ്റെ കരഞ്ഞ മുഖഭാവം അവരെ കാണിക്കണ്ട എന്ന് അവൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവരെ നോക്കാതെ തന്നെ അവളിരുന്നു. എന്നാ ശരി അമ്മ, എന്നാ വിട്ടോ. ഇതും പറഞ്ഞ് ജയ് അമ്മയെ കാറിൽ കയറ്റി. ശരി മോനെ. അമ്മ കാറിൽ കയറി. അപ്പോഴാണ് മുഖം തിരിഞ്ഞിരിക്കുന്ന മീനുവിനെ ജയ് ശ്രദ്ധിച്ചത്. എന്നാ ശരി മീനു. അതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മുഖം തിരിഞ്ഞ് തന്നെ പുറത്തേക്ക് നോക്കി അവളിരിക്കുന്നു. ഇവക്കെന്ത് പറ്റി പെട്ടെന്ന്? എന്നാ മീനു, നിന്നോടാ പറയുന്നേ, നീ എന്താ ഒന്ന് നോക്കാത്തെ? അമ്മ മീനുവിനോടായി ചോദിച്ചു. അതിന് അവൾ മറുപടിയൊന്നും പറയാതെ അതേ ഇരിപ്പ് തന്നെ. ഇവക്കിതെന്ത് പറ്റി മീനു? അമ്മ അവളെ നിർബന്ധിച്ച് മുഖം തിരിച്ചു. അപ്പോഴാണ് കരയുന്ന അവളുടെ കണ്ണുകൾ അവർ ശരിക്കും കണ്ടത്.
എന്തോറ്റു മീനു, നീ കരഞ്ഞോ? അത് കണ്ടയുടൻ ജയ് ചോദിച്ചു. കണ്ണിൽ കരടുപോയി, അത്രയേ ഉള്ളൂ. അതിനവൾ അങ്ങനെയൊരു മറുപടി പറഞ്ഞു. അമ്മയും ജയും പരസ്പരം ഒന്ന് നോക്കി. എന്താണ് പെട്ടെന്ന് അവൾക്ക് പറ്റിയതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. അം- അം- വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മീനു? ജയ് മീനുവിനോടായി ചോദിച്ചു. ഇല്ല, അതിനവൾ ഇല്ല എന്ന് പതുക്കെ പറഞ്ഞു. അം ജയ്, അമ്മ എന്നെ അവർ വിളിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ പോകട്ടെ. ആ, എന്നാൽ ശരി മോനെ, നീ പൊയ്ക്കോ. ഇതും പറഞ്ഞ് ജയ് അകത്തേക്ക് കയറിപ്പോയി. മീനുവിൻ്റെ കണ്ണിൽ കണ്ട കണ്ണുനീർ എന്തായിരിക്കും കാരണം? ജയ് ആലോചിച്ചു കൊണ്ടേയിരുന്നു. മീനു, നിനക്ക് എന്താ പറ്റിയേ? നീ ശരിക്കും കരഞ്ഞോ? എന്താ കാര്യം? അമ്മ മീനുവിനോടായി ചോദിച്ചു. കണ്ണിൽ കരട് പോയതാന്ന് പറഞ്ഞില്ലേ, പിന്നെ പ്രത്യേകിച്ച് കാരണം വേണം. എല്ലാം ആയില്ലേ, ഇനി പോയാവോ അല്ലേ? മീനു അമ്മയെ നോക്കി ചോദിച്ചു. എന്താ മീനു നിനക്ക് പറ്റിയേ? കാര്യം എന്താന്ന് പറ. അതെ, ആ പോയവൻ അമ്മയുടെ ആരാ? മീനു അമ്മയോട് ചോദിച്ചു. എൻ്റെ മോൻ. മോനോ? എൻ്റെ അറിവിൽ നിങ്ങൾക്ക് 5 ആൺമക്കളേ ഉള്ളൂ. അതിൽ എന്തായാലും അവൻ വരുന്നില്ല. അതെ, എൻ്റെ മരുമകനെന്ന് പറയുമ്പോൾ എൻ്റെ മോനെ തന്നെയല്ലേ? അതായത് മകളുടെ ഭർത്താവ് അല്ലേ? അതെ, അതായത് എൻ്റെ ഭർത്താവ്, കറക്റ്റല്ലേ? അതെ, ഉറപ്പാണല്ലോ അല്ലേ? മീനു ചോദിച്ചു. അതെന്താ നിനക്കൊരു സംശയം? അല്ല, എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട്. അവൻ എൻ്റെ ഭർത്താവാണോ അതോ നിങ്ങളുടെ മകനാണോ എന്ന് വല്ലാത്തൊരു സംശയമുണ്ട്. എന്താ മീനു നീ ചോദിക്കുന്നത്? അല്ല, ഇത്രയും നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്ന് അന്വേഷിച്ചോ? നീ എന്തൊക്കെയാ മീനു ഈ പറയുന്നത്? അല്ല, നമ്മൾ ഒരുമിച്ചാണല്ലോ ഇതിനകത്തേക്ക് വന്നത് അല്ലേ? അതെ. ആ, എന്നിട്ട് എന്നിട്ട് സാധനങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ എടുത്തത്? ഞാനുണ്ടായിരുന്നു അവിടെ. നീ വേറെ എവിടെയെങ്കിലും സാധനം എടുക്കുമായിരിക്കും ഞാൻ വിചാരിച്ചു. ഓ, എന്ത് സാധനം എടുക്കുമായിരുന്നു വിചാരിച്ചു? അമ്മ ഒന്നും മിണ്ടിയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഓർമ്മയില്ല, അതാണ് സത്യം അല്ലേ? എന്താ മീനു നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എങ്ങനെ ചിന്തിക്കണ്ടേ അതുകൂടെ പറഞ്ഞതാ എനിക്ക്. എൻ്റെ മീനു, നീ എന്താ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ? നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വന്നു. എനിക്കായിരുന്നു സാധനങ്ങൾ വേണ്ടിയിരുന്നത്, നിനക്ക് വേണ്ടല്ലോ. നീ എൻ്റെ കൂടെ വന്നു, എനിക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി ഞാനിങ്ങ് വന്നു. ഇതിലിപ്പോൾ നീ ഇത്രയും പറയാൻ മാത്രം എന്താ ഇപ്പോഴും ഉണ്ടായേ? എനിക്കൊന്നും തോന്നിയില്ല. അമ്മയ്ക്ക് എങ്ങനെ തോന്നാനോ? അമ്മയല്ലല്ലോ അപമാനിക്കപ്പെട്ടത്, ഞാനല്ലേ. എന്നെയല്ലേ അവൻ അവഗണിച്ചത്, അല്ലാതെ അമ്മയല്ലല്ലോ. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ തോന്നില്ലല്ലോ. എൻ്റെ മീനു, നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കല്ലേ. അവൻ നിന്നെ എങ്ങനെ അവഗണിച്ചെന്നാ നീ പറയുന്നത്? പരിഗണിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവഗണിച്ചു എന്നാണ് അല്ലേ? മീനു അമ്മയോട് ചോദിച്ചു. എൻ്റെ മീനു, എനിക്ക് വേണ്ട സാധനങ്ങൾ അവൻ എടുത്തു തന്നു. ഞാനല്ലേ സാധനം വാങ്ങാൻ വന്നത്. അപ്പം പിന്നെ നീ പറയുന്നതൊക്കെ എങ്ങനെയാ? എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടെ ഞാനെന്നൊരു ജീവി ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ബോധം നീക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നോ? മീനു, നീ എന്താ മോളെ നീ ഇങ്ങനെ കാട് കീറി ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കുകയല്ല, അവൻ എന്നെ ചിന്തിപ്പിക്കുക ചെയ്യുന്നത്. എല്ലായിടത്തും അവൻ ഇങ്ങനെയാ ചെയ്യുന്നത്. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഞാൻ എന്തിനാ അവന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്നെ അവൻ പരിഗണിക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നീ അവന് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടെന്നാ പറയുന്നേ? അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. നീ എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയുടെ ഭർത്താവ് അമ്മയോട് ഇങ്ങനെ കാണിച്ചാൽ അമ്മയ്ക്ക് വേദനിക്കില്ലേ? എങ്ങനെ കാണിച്ചാൽ?
അമ്മയെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച അമ്മയ്ക്ക് വേദനിക്കില്ലേ? അതിനവൻ കണ്ടില്ലെന്ന് നടിച്ചില്ലല്ലോ നിന്നെ. പിന്നെ പിന്നെ ഇപ്പൊ എന്താ അവൻ ചെയ്തത്? ഇത്രയും നേരം ഞാൻ അവിടെ ഉണ്ടോന്ന് പോലും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവള് വന്നതല്ലേ, അവൾ എവിടെ എന്നെങ്കിലും ഒന്ന് നോക്കണ്ടേ? അത്രയെങ്കിലും ഒരു പരിഗണന എന്നോട് കാണിക്കണ്ടേ? അതുപോലെ അവൻ ചെയ്തില്ല. അത് വലിയ തെറ്റായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ല? മീനു വളരെ സങ്കടത്തോടു കൂടി അമ്മയോട് ചോദിച്ചു. മോളെ, നീ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചോണ്ടാ ഇത്രയൊക്കെ നിനക്ക് തോന്നുന്നത്. അവൻ എനിക്ക് സാധനങ്ങൾ എടുത്തു തരുമ്പോൾ അവൻ നിന്നെ ശ്രദ്ധിച്ചു കാണില്ല. അതെ, എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ അവന്റെ ഭാര്യയാണ്, എന്തുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചില്ല? മോളെ, അമ്മയ്ക്ക് ഉത്തരവില്ല. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി അവൻ ചെയ്താണ് തെറ്റെന്ന്, അല്ലേ? അമ്മ ഒന്നും വേണ്ടിയില്ല. മീനു, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. പറയേ, എന്ത് ന്യായീകരണ ഇതിന് അമ്മയ്ക്ക് പറയാനുള്ളത്? ഞാൻ കേൾക്കട്ടെ, പറയേ. മീനു, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതേ നമുക്ക് അയാളിൽ നിന്ന് തിരിച്ചു കിട്ടുള്ളൂ. എന്ത്? അതായത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അയാളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. കൊടുക്കാത്ത ഒരു കാര്യം തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് അത് തിരിച്ചു കിട്ടില്ല. മനസ്സിലായോ നിനക്ക്? ഇല്ല, മനസ്സിലായില്ല. മീനു ഉറച്ച സ്വരത്തിലങ്ങ് പറഞ്ഞു. നീ ഇന്ന് വരെ അവനെ സ്നേഹിക്കാറില്ലായിരുന്നു, പരിഗണിക്കാറില്ലായിരുന്നു, ബഹുമാനിക്കാറില്ലായിരുന്നു. എന്തിനും നിന്റെ ഭർത്താവാണ് അവനെന്നുള്ള ഒരു വില പോലും നീ അവന് കൽപ്പിക്കുമായിരുന്നില്ല. അതായത് ഇതുവരെ നീ എങ്ങനെയാണോ അവനെ നോക്കിയത് അതേപോലെ ആയിരിക്കില്ലേ അവൻ നിന്നെയും കാണുന്നത്. അതിനിപ്പോ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ മീനു ഒന്നും മിണ്ടിയില്ല. എന്താ, നിനക്ക് ഉത്തരവില്ലേ? ഓക്കെ, സമ്മതിച്ചു. ഇതുവരെ ഞാൻ അവനെ, ശരി, ഓക്കെ, തെറ്റെൻ്റെ ഭാഗത്ത്, ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. ഓക്കെ, എല്ലാം 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 എൻ്റെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാ അവനെന്നെ അങ്ങനെ ആക്കുന്നത്? മീനു അല്പം വിഷമത്തോടു കൂടി തന്നെ അമ്മയോട് ചോദിച്ചു. മീനു, നിന്റെ സ്വഭാവം കുഞ്ഞുനാളെ മുതലേ ഞാൻ കാണുന്നതല്ലേ. നീ ഒരു കാര്യം ആഗ്രഹിച്ചാൽ നീ അത് നിന്നെ കിട്ടണം, സ്വന്തമാക്കണം എന്നൊക്കെ നിനക്ക് ചിന്തയുള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. അത് നിനക്കൊരു വാശി പോലെയാണ്. ചെറുപ്പം മുതലേയുള്ള ഒരു പിടിവാശിയാണ് നിനക്കത്. ഇപ്പോൾ നിനക്കവനെ ചെറുതായിട്ടൊരു താല്പര്യം വന്നു, എന്നാൽ പിന്നെ നിനക്ക് അവനിൽ നിന്ന് പൂർണ്ണമായിട്ട് നീ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ അവൻ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാ മീനു ശരിയാവുക? നീ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയതൊക്കെ അവന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അതൊക്കെ അവൻ്റെ മനസ്സിൽ കാണില്ലേ? അവൻ മനുഷ്യൻ തന്നെയല്ലേ. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ നീ അവനോട് ചെയ്തതൊക്കെ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം വേണ്ടേ? പിന്നെ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്നേഹം എന്നൊക്കെ പറയുന്നതേ വാശി പിടിച്ച് നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ തരുന്ന ഒരു കാര്യമല്ല. മനസ്സിലായോ? നിനക്ക് വേണമെന്ന് തോന്നിയപ്പോൾ അവൻ നിന്നെ സ്നേഹിക്കണം. നിനക്കിതുവരെ അവനെ വേണ്ട എന്നായിരുന്നു. അപ്പോൾ നീ അവനൊരു പട്ടിയുടെ വില പോലും കൽപ്പിച്ചില്ല. അവനൊന്നുമില്ലെങ്കിലും ഒരു പുരുഷനല്ലേ, അതിൻ്റെ ഒരിത് അവൻ കാണിക്കാതിരിക്കോ? നിനക്ക് വേണമെന്ന് തോന്നുമ്പോൾ നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളവരല്ല നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഭർത്താക്കന്മാർ. നിനക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ ഒരു കറിവേപ്പിലയുടെ വില പോലും അവരെ കൽപ്പിക്കാറില്ലല്ലോ നീ. അതാണല്ലോ നീ. അമ്മ അത് പറഞ്ഞപ്പോഴേക്കും മീനുവിൻ്റെ ഹൃദയം ശരിക്കും തകർന്നു. അന്നും ഇന്നും ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ മകളൊരു പരാജയമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ സങ്കടം എനിക്കുണ്ട്.
മീനു, ഒരു കാര്യം നീ മനസ്സിലാക്കാം. നിൻ്റെ ഏട്ടന്മാരുടെ അടുത്ത് കാണിക്കുന്ന സ്വഭാവം നിൻ്റെ ഭർത്താവിനടുത്ത് കാണിച്ചാൽ അത് സഹിച്ച് ഒരു പുരുഷനും നിൻ്റെ കൂടെ ജീവിക്കില്ല. തെറ്റ് പെങ്ങളുടെ ഭാഗത്താണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അന്ന് അയാളോട് കൂടുതലൊന്നും നമ്മൾ ചോദിക്കാതിരുന്നത്. ഇപ്പോഴും ജയ്യെപ്പോലെ ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടിയിട്ടും നീ എന്താ ചെയ്യുന്നുള്ളേ? ഇത്രയും നാൾ അവനെ ദ്രോഹിക്കുകയായിരുന്നു. ഇപ്പം നിനക്ക് അവനോട് ചെറിയൊരു താല്പര്യമുണ്ട്. അപ്പോൾ അവൻ നിന്നെ കൊണ്ട് നടക്കണം എന്ന് നീ വാശി പിടിക്കുന്നു. നീ എന്താ വിചാരിക്കുന്നത്? ഒരാളുടെ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെ അത് ആട്ടാൻ പറ്റുമെന്നാ? ഭർത്താക്കന്മാർക്ക് ആ വില കൊടുക്കാൻ പഠിക്കണം. നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് ദൈവത്തിന് തുല്യമായിരുന്നു. അറിയാവോ നിനക്ക്? ഭർത്താവാകുമ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ പറ്റണം. നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളവരല്ല അവർ. അതാദ്യം നീ മനസ്സിലാക്കുക. എൻ്റെ മകളെന്ന നിലയിൽ നിന്നെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിലുള്ള നിൻ്റെ പരാജയം എനിക്കത് പറയുമ്പോൾ വിഷമമുണ്ട് നിന്നോട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യ ജീവിതം തന്നെ നിനക്ക് പരാജയമായി. ഈ ജീവിതമെങ്കിലും നിനക്ക് നന്നാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ആദ്യ ജീവിതത്തിൽ നിന്നെ ഉപദേശിക്കാൻ വരാത്തതുകൊണ്ട് ഈ ജീവിതത്തിലെങ്കിലും ഞാൻ നിന്നോട് ഉപദേശിക്കുന്നത്. ഇവനെപ്പോലൊരു നല്ല പയ്യനെയും കിട്ടി ഇനി നിൻ്റെ വാശിയും ദേഷ്യവും കൊണ്ട് കളയരുത്. നിൻ്റെ പിടിവാശിക്കൊത്ത് നിയന്ത്രിക്കാവുന്ന ഒരാളായി നിൻ്റെ ഭർത്താവിനെ കാണരുത്. അമ്മ ഉപദേശം തുടർന്നു കൊണ്ട് നിന്നു. മീനുവിന് താങ്ങാൻ പറ്റാത്ത വിധമുള്ള ഉപദേശങ്ങൾ. അവളുടെ ഹൃദയത്തിൽ വീണ്ടും കീറി മുറിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയുടെ വാക്കുകൾ. താനൊരു നല്ല ഭാര്യയല്ല എന്നുള്ള അമ്മയുടെ കുത്തുവാക്ക് അവൾക്ക് ഏറ്റവും വേദന നിറഞ്ഞ ഒന്നാണ്. അതിൽ തന്നെയാണ് ഇപ്പോഴും അമ്മ ഉറച്ചു നിൽക്കുന്നത്. അവൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷെ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നോ അമ്മയോട് എന്ത് മറുപടി പറയണമെന്നോ അവൾക്കറിയില്ല. അമ്മ ഒന്ന് നിർത്ത്. ഇത് കൂടുതൽ കേട്ടാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതെ, നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നിൻ്റെ കുറ്റാണല്ലോ. അപ്പോൾ നിനക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നിൻ്റെ തെറ്റാണല്ലോ. അത് നീ ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല. നീ എപ്പോഴെങ്കിലും നിൻ്റെ തെറ്റാണെന്ന് നീ അംഗീകരിച്ച ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? നിൻ്റെ ഏട്ടന്മാർ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം കാണിച്ചു തന്നിട്ടില്ല. കാരണം നീ എന്ത് തെറ്റ് ചെയ്താലും അവരതങ്ങ് ഏൽക്കും. നിൻ്റെ ഏട്ടന്മാർക്ക് നീ തന്നെയാണ് എപ്പോഴും ശരി. അതുകൊണ്ട് തന്നെ നീ ചെയ്ത തെറ്റ് പോലും അവരേൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിൻ്റെ തെറ്റ് ഇന്ന് വരെ ആരും ചൂണ്ടിക്കാണിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് നിൻ്റെ തെറ്റും അറിയില്ല. പക്ഷെ ഇനിയും നീ അങ്ങനെ ജീവിച്ചാൽ എൻ്റെ മോള് തന്നെയായിരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, ഇനിയെങ്കിലും ഭർത്താവിന് ആ സ്ഥാനം നീ കൊടുക്കാൻ പഠിക്കണം. നിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് നീ മനസ്സിലാക്കണം. നല്ലൊരു ഭാര്യയാവാൻ കുറച്ചൊക്കെ ക്ഷമയും കുറച്ചൊക്കെ സഹനവും കുറച്ചൊക്കെ നീ ഒരു നല്ല ഭാര്യ അല്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പറയുന്നത്. അമ്മ ഒന്ന് നിർത്ത്. ദേഷ്യം മീനുവിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അവൾ അതിവേഗത്തിൽ കാറെടുത്തു. ഇടയ്ക്കിടയ്ക്ക് ജയ് മീനുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മയും മീനുവും തമ്മിൽ സംസാരിക്കുകയാണെന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മീനു അതിവേഗത്തിൽ കാർ ഓടിച്ചത് ജയ് ശ്രദ്ധിച്ചു. മീനു, ഇവളെന്തിനാ ഇത്രയും സ്പീഡിലെടുത്ത്? എന്തായിരിക്കും ഇവര്? മീനു, നീ ഒന്ന് പതുക്കെ പോ. നീ എന്തിനാ ഇത്രയും സ്പീഡിൽ പോകുന്നേ? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒന്ന് മിണ്ടാതിരിക്കും. മീനു, തമാശ കളിക്കല്ലേ മോളെ, ഒന്ന് പതുക്കെ പോ. എനിക്ക് പേടിയാവുന്നു മീനു. അതിനും അവൾ മറുപടിയൊന്നും പറയാൻ നിന്നില്ല. മീനു ആ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു. അമ്മയ്ക്ക് ശരിക്കും പേടിയായി. അവളുടെ മുഖത്ത് വിരിയുന്ന ആ ദേഷ്യഭാവം, അവളുടെ കാറിലുള്ള ആ സ്പീഡ്. എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് ഒരു നിമിഷം മനസ്സിലായില്ല. ശരിക്കും പകച്ചുപോയി. നിയന്ത്രണം വിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവർ ഭയന്നു. മീനുവിൻ്റെ ഈ യാത്ര അവരെ എവിടെ കൊണ്ടെത്തിക്കും? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മീനുവിൻ്റെ ഭാഗത്താണോ അതോ അമ്മയുടെ ഭാഗത്താണോ ശരി? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ.
അടുത്ത ഭാഗം ഉടൻ വരും. കഥ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.